അടുത്ത MOM 9E നോക്കുമ്പോൾ എ പ്രോപ്പർ റെക്കോർഡ് ഷാൽ ബി കെപ്റ്റ് of the usage, administration and disposal of narcotic and psychotropic substances, chemotherapeutic agents and radiopharmaceuticals എന്ന് കാണുന്ന അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 9ാമത്തെ സ്റ്റാൻഡേർഡിലെ മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ ഇൻ NABH അത് നമുക്ക് തരുന്നൊരു നിർദ്ദേശം നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഇൻവെൻട്രി ഈ വക മരുന്നുകളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സ്ട്രിക്റ്റ് ഒരു ഇൻവെൻട്രി നമുക്കുണ്ടാവണം. പർച്ചേസ് മുതൽ സെയിൽസ്, യൂട്ടിലൈസേഷൻ, കൺസപ്ഷൻ, ഡിസ്പോസൽ, ഏതെങ്കിലും വിധത്തിൽ ആ വേസ്റ്റേജ് വന്നാൽ അതെല്ലാം മാനേജ് ചെയ്യുന്നതിന് കൃത്യമായ ഒരു ഇൻവെൻട്രി, സ്ട്രിക്റ്റ് കൺട്രോൾഡ് ഇൻവെൻട്രി നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇഷ്ടമുള്ള കണക്ക് ഡിസ്പോസൽ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഗ്രേപ്സിൽ നമ്മളൊരു ഡിസ്പോസൽ വിൻഡോ തന്നിട്ടുണ്ട്. റീസൺ ഉൾപ്പെടെ എഴുതാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കൺസപ്ഷൻ എൻട്രി ചെയ്യുമ്പോൾ ഒരു നാർക്കോട്ടിക് ഡ്രഗ്സ് എടുത്ത് 4 പേഷ്യൻസിന് ഉപയോഗിക്കാവുന്ന സീക്വൻസിലുള്ള ഡ്രഗാണ് 3 പേർക്കേ വെച്ചുള്ളൂ. ഒരാൾക്ക് വരാവുന്ന 25% വേസ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റേജ് കൃത്യമായി മാർക്ക് ചെയ്ത് ഡിസ്പോസ് ചെയ്തിരിക്കണം. സോ അപ്പോൾ ഡിസ്പോസൽ വളരെ നിർബന്ധമായിട്ടും നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അനുസരിച്ചായിരിക്കണം. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ AERBയുടെ റൂൾസിനെ മാനേജ് ചെയ്തിരിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. പലരും അത് ഗ്രേപ്സിൽ ഉപയോഗിക്കാതെ വിട്ടുകളയുന്നുണ്ട് ഹോസ്പിറ്റലിൽ. ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവരികയും വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യണം. സോ വളരെ ക്രൂഷ്യലായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് MOM 9 നമ്മൾ കണ്ടത്. 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് കൃത്യമായിരുന്നാൽ നാളെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമാണ് പലപ്പോഴും ഈ ഒരു കൃത്യമായ ഡോക്യുമെൻറ്റേഷൻസ്, ഒരു റെക്കോർഡ്സ് കീപ്പ് ചെയ്യൽ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ഡ്രഗ്സ്, വേസ്റ്റേജ് മാനേജ്മെൻറ്റ്, ഡിസ്പോസൽ. സോ ഈ കാര്യങ്ങൾ കൃത്യമായ ഡോക്യുമെൻ്റ് ഉണ്ടാവണം. MOM 9E നമ്മൾ ഈ ഒരു നാർക്കോട്ടിക് ആൻഡ് അതർ സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള അത് സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതിനെക്കുറിച്ചും അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതിനെക്കുറിച്ചും അത് അതർ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിന് അപ്രോപ്രിയേറ്റ് ആണ് എങ്കിൽ അതങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ച് ബോറിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്രയും സീരിയസ് വിഷയങ്ങൾ നമ്മളുടെ സഹസിദ്ധമായ തമാശയുടെ ശൈലിയിൽ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അല്പം തിയറിയിൽ മാത്രം, അതിൻ്റെ ഡിസ്കഷനിൽ മാത്രം ഒതുങ്ങി നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് തുടർന്ന് അടുത്ത സ്റ്റാൻഡേർഡ് സ്വാഭാവികമായിട്ട് ബോറടിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ബോറാകാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തുടങ്ങാം.